വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടുകഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് വറവായിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് നിറയെ നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അല്പസമയം ഈ നാളികേരം നെയ്യിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എഗ്ഗാണ്. ഞാനിപ്പോൾ ഇവിടെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് പൊട്ടിച്ചിട്ടായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എഗ്ഗും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കൊരു എഗ്ഗിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്കുള്ള എഗ്ഗിൻ്റെ മിക്സ് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നോർമൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗും പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 നേന്ത്രപ്പഴം ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും നെയ്യ് പരട്ടി കൊടുക്കണം. പിന്നെ ഞാനിപ്പോൾ തീ ഓൺ ആക്കിയിട്ടില്ല. തീ നമ്മളിത് സെറ്റൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് തീ ഓൺ ആക്കിയാൽ മതി. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ നേന്ത്രപ്പഴത്തിൻ്റെ ഓരോ പീസ് ഈ രീതിയിൽ ജസ്റ്റ് വെച്ച് കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു പീസ് ഈ രീതിയിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരെണ്ണം അടിയിലേക്ക് പോയാൽ ഒരെണ്ണം മേലേക്ക് ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇത് ശരിക്കും സെറ്റായിട്ട് ഇരുന്നോളും. ഇപ്പോൾ ഇത് വാടാത്തത് കൊണ്ടാണ് കുറച്ചിങ്ങനെ ഒരു പൊന്തിരിക്കുന്ന കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യണത്. ഈ രീതിയിൽ ഞാനിത് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന എഗ്ഗിൻ്റെ മിക്സ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പകുതി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മുഴുവനായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള നേന്ത്രപ്പഴം ഇതേ രീതിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ 2 സൈഡിലും ഓരോ പീസ് ജസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് വെച്ച് കൊടുക്കണ്ട്. അത് ജസ്റ്റ് വിട്ടു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ എഗ്ഗിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ജസ്റ്റ് ആവുന്ന വിധത്തിൽ നമുക്ക് ബാക്കിയുള്ള എഗ്ഗിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓണാക്കി കഴിഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് ഇത് കുറച്ച് സമയം നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്യണം. പിന്നെ ഇത് അടി പിടിക്കാണ്ടിരിക്കാൻ ഇതിനടിയിൽ ഇതുപോലത്തെ വല്ല ഫ്രൈ പാനോ അതല്ലെങ്കിൽ ദോശക്കല്ലോ വെച്ച് കൊടുക്കണമെങ്കിൽ തൊട്ടും അടി പിടിക്കാണ്ട് കിട്ടും. അപ്പോൾ നമുക്കിത് കുറച്ച് സമയം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മത് അടച്ചു മൂടി വെച്ചിട്ടൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് അടിയിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ മുകൾ ഭാഗം നന്നായിട്ട് കുക്കാവാനുണ്ട്. അപ്പോൾ നമുക്കിതൊരു നെയ്യ് പറ്റിയൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. അത് മാറ്റുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്കിതൊരു നെയ്യ് പറ്റിയ പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഈ സൈഡും നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മത് അടച്ചു മൂടി വെച്ചിട്ടൊരു 6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മറ്റേ സൈഡും നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഈ സൈഡും നല്ലൊരു ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്